പിന്നീടാവാം എന്ന് ചിന്തിച്ച് പലവട്ടം മാറ്റി വെച്ചിട്ട് പണി വാങ്ങിക്കൂട്ടിയ നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം നിമിഷ നേരം കൊണ്ട് ചിലവായി പോകുന്നു. നമുക്ക് പിന്നീടാവാമെന്ന് മാറ്റിവെക്കാനാവാത്തതുമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അത് ഭക്ഷണമല്ല, വസ്ത്രമല്ല, കുട്ടികളുടെ പഠിപ്പോ വിവാഹമോ ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് പിന്നീടത്തേക്ക് മാറ്റിവെക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലവ് ചുരുക്കി നിർത്താം. എന്നാൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഇതൊന്നും സാധ്യമല്ല. നല്ല ചികിത്സ കൃത്യസമയത്ത് ലഭിച്ചേ പറ്റൂ. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു അപകടമോ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ അസുഖങ്ങളോ നൽകുന്ന ബില്ലുകൾ അത് 1 ലക്ഷം മുതൽ 25 ലക്ഷത്തിനൊക്കെ മുകളിലായേക്കാം. അങ്ങനെ നമ്മുടെ ആയുഷ്കാല സമ്പാദ്യം വട്ടപൂജ്യമാകാൻ നിമിഷ നേരം മതി. എന്നാൽ മാസം തോറും വളരെ ചെറിയൊരു തുക മുടക്കി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആയുഷ്കാല സമ്പാദ്യം കാലിയാവുന്നതും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നതും ഭാവിയിൽ നമ്മൾ കടക്കാരനാവുന്നതും ഒക്കെ തന്നെ ഒഴിവാക്കാനാവും. ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരും ഈ ഒരു വീഡിയോ കാണുന്നത് നന്നായിരിക്കും. കാരണം 4, 5 ഒക്കെ വർഷം പഴക്കമുള്ള പഴയ പ്ലാനുകളുമായിട്ട് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു തുക, അതായത് മാസം ഒരു 400-500 രൂപയൊക്കെ മുടക്കിയാൽ 1 കോടി വരെയൊക്കെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകൾ ലഭ്യമാണ്. അപ്പോൾ അതിലൊരെണ്ണം നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആയുഷ്കാലം കൊണ്ട് ഉണ്ടാക്കിയത് ഒരൊറ്റ ദിവസം കൊണ്ട് ചിലവഴിക്കേണ്ടി വരില്ല. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ പോയാൽ അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പേരും വയസ്സും എൻ്റർ ചെയ്താൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിലെ പബ്ലിക് സെക്ടറിലെയും പ്രൈവറ്റ് സെക്ടറിലെയും എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും നിരവധി പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വീഡിയോ മുഴുവനും കാണാതെ നേരെ പോയിട്ട് അതിൽ ഏറ്റവും പ്രീമിയം കുറഞ്ഞൊരു പ്ലാൻ സെലക്ട് ചെയ്യരുത്, അത് മണ്ടത്തരമാകും. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ആദ്യം ഈ ഒരു ലിങ്കിലൂടെ എടുക്കുന്നതുകൊണ്ടുള്ള മെച്ചങ്ങളും അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടിനടുത്തുള്ള ഏജൻറ്റുമാരുടെ അടുത്തൊന്നും തന്നെ ആ ഒരു ലിങ്കിൽ പോയാൽ കാണുന്ന അത്രയും രീതിയിലുള്ള പ്ലാനുകളൊന്നും കാണില്ല. അവരെപ്പോഴും അവർക്ക് ടൈപ്പുള്ള ഒരേ ഒരു കമ്പനി ഏതാണോ അതിൻ്റെ പ്ലാനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യൂ. ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ നിങ്ങളുടെ ആ ഒരു ഏജൻറ്റിൻ്റെ അടുത്തുള്ള പ്ലാൻ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും എല്ലാ പ്ലാനുകളും അതിൻ്റെ ഫീച്ചേഴ്സും പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ അത് 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ GST ഇല്ലാത്തതുകൊണ്ട് മുമ്പ് നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ കവറേജുള്ള പോളിസിക്ക് അലവഴിച്ചിരുന്ന അതേ ക്യാഷിന് ഇന്നൊരു 20 ലക്ഷം വരെയൊക്കെയുള്ള കവറേജ് ഉള്ള പോളിസികൾ എടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ കുടുംബത്തിന് മൊത്തം കവറേജ് വരുന്ന പ്ലാൻ വളരെ കുറഞ്ഞ തുകയ്ക്ക് മാസം തോറും അടവ് വരുന്ന രീതിയിൽ അവിടെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ BP, ഡയബറ്റിസ്, ആസ്മ, തൈറോയ്ഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ പോളിസി എടുത്തിട്ട് ഈ അസുഖങ്ങൾക്ക് ആദ്യ ദിവസം മുതൽ തന്നെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളും അവിടെ എടുക്കാൻ പറ്റും. പിന്നെ പല പ്രവാസികളും നാട്ടിൽ വന്നിട്ടാണ് ചികിത്സ തേടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആ ഒരു ലിങ്കിലൂടെ എടുത്തു വയ്ക്കാം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിദേശ നാട്ടിൽ നിന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ 35% വരെ ചിലവ് കുറവാണ്. പിന്നെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു വയ്ക്കുക. പ്രായം കൂടുന്തോറും അസുഖങ്ങൾ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ മാതാപിതാക്കൾക്ക് നമ്മൾ എന്തായാലും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം. നിങ്ങൾ മക്കൾ വിദേശത്താണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻറ്റും ലാബ് ടെസ്റ്റിനുള്ള സൗകര്യവും മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം ഒക്കെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാനാവും. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് ലഭിക്കും. ഇനി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കുറവ് നമ്മൾ 10 ലക്ഷത്തിൻ്റെയെങ്കിലും കവറേജ് ഉള്ളൊരു പ്ലാനെ സെലക്ട് ചെയ്യാവൂ. ആശുപത്രി ചിലവൊക്കെ അത്രയും ഭീമമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രീമിയം കുറയ്ക്കാനായിട്ട് നമ്മൾ കവറേജ് തുക ഒരിക്കലും കുറയ്ക്കരുത്. നമ്മുടെ വീടിനടുത്ത് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന ഹോസ്പിറ്റല് അത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൻ്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്തിരിക്കുക. അതാകുമ്പോൾ ആരുടെയും സഹായം ആവശ്യമില്ല. നമ്മൾ പോളിസി പേപ്പർ ഹോസ്പിറ്റലിൽ ആ ഒരു ഇൻഷുറൻസ് ഡെസ്കിൽ കൊടുത്താൽ മതി, അവർ തന്നെ ക്ലെയിം ചെയ്തെടുത്തോളും. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന പ്ലാനാണ് എടുക്കാറുള്ളെങ്കിലും മിക്കവർക്കും ആശുപത്രി ചിലവിൻ്റെ ഒരു 5 മുതൽ 10% വരെയൊക്കെ അടയ്ക്കേണ്ടി വരാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പ്ലാൻ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ടെസ്റ്റിനായിട്ട് മോഡേൺ മെഡിസിൻ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സർജറിക്കായിട്ട് PPE കിറ്റ്, ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചാലോ അത് അങ്ങനെയുള്ള കൺസ്യൂമബിൾസ് ഉപയോഗിച്ചാലോ സാധാരണ ഇൻഷുറൻസുകളിൽ അതിനൊന്നും കവറേജ് ഉണ്ടാവില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ ആ ചാർജ് നമ്മളിൽ നിന്നും ഈടാകും. നമ്മൾ ആ ബില്ല് അടയ്ക്കേണ്ടിയും വരും. എന്നാൽ നമ്മുടെ ബേസ് ഹെൽത്ത് പ്ലാനിനോടൊപ്പം കൺസ്യൂമബിൾസിനൂടി കവറേജ് കിട്ടുന്ന ഒരു ആഡ് ഓൺ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചേർക്കാനാവും. ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് നെറ്റ്വർക്കിന് കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിലും ഇത്തരത്തിൽ അധികം വരുന്ന ബില്ലുകൾ നമുക്ക് ഒഴിവാക്കാനായിരിക്കും. ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ റൂം റെൻറ്റ് ക്യാപ്പ് എന്നൊരു ഫീച്ചർ ഉണ്ട്. സാധാരണയായിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കവറേജ് എത്രയാണോ അതിൻ്റെ 1% ആയിരിക്കും അത്. അതായത് ഇപ്പോൾ 5 ലക്ഷം കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് 5000 രൂപയായിരിക്കും ഒരു ദിവസത്തെ റൂം റെൻ്റായിട്ട് നൽകുക. നമ്മൾ ഒരു ദിവസം 10000 രൂപ റൂം റെൻറ്റ് വരുന്ന ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ബാക്കി 5000 നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെയുള്ള പോളിസികൾ റൂം റെൻറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ടാണ്
സർജറി, ഇഞ്ചക്ഷൻ, പി കിറ്റ് പോലുള്ള മറ്റു ചിലവുകളിലും ക്ലെയിം അനുവദിക്കുന്നത്. ഇതോടെ നമുക്ക് 5 ലക്ഷത്തിന്റെ കവറേജ് ഉണ്ടെങ്കിലും പകുതിയെ ക്ലെയിം ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ റൂം റെന്റ് ലിമിറ്റ് ഇല്ലാത്ത പോളിസികൾ ഇതുപോലെ സോർട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഏറ്റവും മികച്ചതൊരെണ്ണം സെലക്ട് ചെയ്യുക. പിന്നെ 4-5 വർഷങ്ങൾക്ക് മുന്നേ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവരും കമ്പനികളുടെ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തവരും അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ന്യൂജൻ പ്ലാനുകൾ നിരവധി വന്നിട്ടുണ്ട്. അൺലിമിറ്റഡ് കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ചില കമ്പനികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ വെറും 2-3 മണിക്കൂർ കൊണ്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോകുന്ന കാലമുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കും കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളും ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ ഈ വർഷം നമ്മൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ ആ ഒരു തുക അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആവുന്ന രീതിയിലുള്ള പ്ലാനുകളും ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന തുക മാത്രമല്ല, നമ്മുടെ അന്നേ ദിവസം ജോലി മുടങ്ങുന്നതിന് 2000 രൂപ പോലെ എത്ര ദിവസമാണോ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് ആ ദിവസത്തിനെല്ലാം ഓരോ നിശ്ചിത തുക ലഭിക്കുന്ന രീതിയിലുള്ള പ്ലാനുകൾ, അതും ബൈസ്റ്റാൻഡർക്ക് പോലും ഇത്തരത്തിലുള്ള നിശ്ചിത തുക ലഭിക്കുന്ന രീതിയിലുള്ള പ്ലാനുകളും ഇന്ന് ലഭ്യമാണ്. പിന്നെ ഇപ്പോൾ ആയുർവേദ ചികിത്സയ്ക്ക് കവറേജ് കിട്ടുന്ന രീതിയിലും വിദേശത്തെ ട്രീറ്റ്മെൻറ്റിന് ക്യാഷ്ലെസ് ക്ലെയിം കിട്ടുന്ന രീതിയിലുമുള്ള പ്ലാനുകളും ലഭ്യമാണ്. പിന്നെ എല്ലാ വർഷവും ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളും ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ന്യൂജൻ പ്ലാനുകൾ ഇപ്പോൾ നിരവധി കമ്പനികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാത്രം പ്ലാനും കൊണ്ടുനടക്കുന്ന ഏജൻറ്റിൻ്റെ അടുത്ത് കാണണമെന്നില്ല. എന്തിന് നമുക്കിപ്പോൾ ഓൺലൈനിൽ പ്രസവത്തിന് വരെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകൾ ലഭ്യമാണ്. അതായത് ഇപ്പോൾ ഗർഭിണിയായിട്ട് പോലും നമുക്ക് പ്രസവത്തിന് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകൾ ഓൺലൈനിലൂടെ ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതൊന്നും നമുക്ക് ഓഫ്ലൈനിലോ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ അടുത്തൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് 5 വർഷമൊക്കെ കഴിഞ്ഞവർ എന്തായാലും പുതിയൊരു പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ പ്ലാനിനും ഇത്തരത്തിലുള്ള നിരവധി പുതിയ സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആഡ് ഓൺസ് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർക്കാനാവും. അടുത്തത് പോളിസി ബെനിഫിറ്റ്സ് ആണ്. അതിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്സ് ഉള്ളത് വളരെ നല്ലതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം കവറേജ് ഉള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ ഈ വർഷം അത് ക്ലെയിം ചെയ്തു 10 ലക്ഷവും, വീണ്ടും അതിൻ്റെ ലിമിറ്റ് 10 ലക്ഷത്തിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് ഫാമിലിക്ക് മൊത്തമായിട്ട് കവറേജ് ഉള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യുന്നവർ ഇത്തരത്തിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് 60 ദിവസം മുന്നേ ഉള്ള ബില്ലുകളും ഡിസ്ചാർജ് ആയതിന് 90 ദിവസത്തിന് ശേഷമുള്ള ബില്ലുകൾ നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടും. മുമ്പുള്ള കൺസൾട്ടേഷൻ മുതൽ ഡിസ്ചാർജ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമുക്ക് ഇത്തരത്തിൽ കവറായി കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഇവിടെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും കൂട്ടിച്ചേർത്തുകൊണ്ടും 25% വരെ ഡിസ്കൗണ്ടിൽ നല്ലൊരു പ്ലാൻ ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ക്ലെയിമിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ പ്ലാനിൻ്റെയും നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുന്നതെങ്കിൽ നമ്മൾ ആ പോളിസി പേപ്പർ അവിടെ ആ ഒരു ഇൻഷുറൻസ് ഡെസ്കിൽ കൊടുത്താൽ മതി. അവർ ചികിത്സയ്ക്ക് ആവശ്യമായുള്ള തുക അവിടെ നിന്നും ക്ലെയിം ചെയ്തെടുത്തോളും. നമ്മുടെ ആരുടെയും സഹായം അവിടെ ആവശ്യമില്ല. അല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് മാനേജറുടെയൊക്കെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. ഓരോരുത്തരുടെയും പൈസ അനുസരിച്ചിട്ട് അടയ്ക്കേണ്ട പ്രീമിയത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ ജില്ലയും നിങ്ങളുടെ വയസ്സും എൻ്റർ ചെയ്തതിനാൽ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ എത്രയാകും പ്രീമിയം എന്ന് അറിയാൻ പറ്റും. പലരും ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ 4 എടുക്കാം എന്നിങ്ങനെ മാറ്റി വെച്ചിട്ട് അതിനിടയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരികയും വളരെ വലിയൊരു തുക ഹോസ്പിറ്റൽ ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരികയും ചെയ്തവരാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹോസ്പിറ്റൽ ബിൽ വന്നതിന് ശേഷം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ അതിന് മുന്നേ ഒരു ചെറിയ പ്ലാനെങ്കിലും എന്തായാലും എടുത്തു വെക്കുക. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിലൂടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിരവധി എക്സ്ട്രാ ഫീച്ചേഴ്സ് അടങ്ങിയ ആഡ് ഓൺസ് കൂടി നിങ്ങളുടെ ഒരു ബേസ് ഹെൽത്ത് പ്ലാനിനോടൊപ്പം കൂട്ടിച്ചേർക്കാനും സാധിക്കും. ആ ഒരു ലിങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഹെൽത്ത് പ്ലാനുകൾ നിങ്ങൾക്ക് കാണാനും അവയുടെ ഫീച്ചേഴ്സ് പരസ്പരം ഒത്തുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ തന്നെ സെലക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ബന്ധുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. കാരണം അവർക്കും ഇതുപോലെ ഹെൽത്ത് പ്രധാനപ്പെട്ടാണല്ലോ.